ഗുഡ് മോർണിംഗ്. നമ്മുടെ ഫസ്റ്റ് സീരീസ് എക്സാമിൽ ചില പ്രോബ്ലംസ് ഞാൻ ഓൺലൈനായിട്ട് സോൾവ് ചെയ്ത് അയക്കാമെന്ന് വിചാരിച്ചാണ്. അതിൽ വളരെ കുറച്ച് പേര് മാത്രം പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വരുന്നത് ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലമാണ്. വൈ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. വൈ e raised to x minus 5 sin 3z equal to 3z. From this dou z by dou x ഉം dou z by dou y കണ്ടുപിടിക്കാനാണ്. രണ്ട് രീതിയിൽ നമ്മളിത് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്തിരുന്നത് ഈ ഒരു മെത്തേഡാണ്. dou z by dou x ഈക്വൽ ടു എന്താണ് മൈനസ്, നമുക്ക് if f of x y z ഈക്വൽ ടു c എന്നുള്ള രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ dou z by dou x കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല മൈനസ് ഓഫ് dou f by dou x ഡിവൈഡഡ് ബൈ dou f by dou z, അതുപോലെ dou z by dou y ഈക്വൽ ടു മൈനസ് ഓഫ് dou z by dou y ഡിവൈഡഡ് ബൈ dou f by dou z. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ള ഫംഗ്ഷനെ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ ആ രീതിയിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് y e raised to x മൈനസ് 5 sin 3z മൈനസ് 3z ഈക്വൽ ടു 0 എന്ന് വരും. സോ f of x y z ഈക്വൽ ടു y e raised to x മൈനസ് 5 sin 3z മൈനസ് 3z എന്ന് വരും. ഡോ എഫ് ബൈ ഡോ എക്സ് എന്താ വരിക? വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈയും ഇസഡും കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. വൈ ഇൻറ്റു ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ എന്ന് വരും. മൈനസ് 0 മൈനസ് 0. ദെൻ ഡോ എഫ് ബൈ ഡോ ഇസഡ് എന്താ വരിക? 0 മൈനസ് വൈ ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് 0 minus 5 cos 3z into 3 minus 3 which is equal to minus of 15 cos 3z plus 3 എന്ന് എഴുതാം. ഓക്കെ, സോ ഡോ z ബൈ ഡോ എക്സ് വരുന്നുണ്ടാവുക മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ എഫ് ബൈ ഡോ z എന്താ വരുന്നത്? മൈനസ് ഓഫ് വൈ ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് 15 കോസ് 3z മൈനസ് 3 പ്ലസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു വൈ ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 15 കോസ് 3z പ്ലസ് 3. ഓക്കെ, സിമിലർലി ഡോ ഇസഡ് ബൈ ഡോ വൈ എന്താ വരിക? അത് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കുക. ഡോ എഫ് ബൈ ഡോ വൈ എന്താ വരിക? എഫ് ഈക്വൽ ടു തന്നിട്ടുണ്ട്. വിത്ത് റെസ്പെക്ട് വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് മാത്രമാവും. സോ ഡോ എഫ് ബൈ ഡോ ഇസഡ് ബൈ ഡോ വൈ ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്ത് വരും? മൈനസ് ഓഫ് ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് കോസ് 3z പ്ലസ് 3 15 കോസ് 3z പ്ലസ് 3 which is equal to ഇ റൈസ് ടു എക്സ് ബൈ 15 കോസ് 3z പ്ലസ് 3. അപ്പോൾ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ ചിലരൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ പലരും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പറായിട്ട് ആൻസർ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ പലരും കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ലാസ്റ്റ് ഫൈനൽ ആൻസറിൽ എത്തുന്നില്ല. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നു. പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യനും അത്യാവശ്യം കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്, അത് ഉപയോഗിച്ച് നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്. അത് ചെയ്യാവുന്നതാണ്. 5A 5B അതുപോലെ 6A 6B ചെയ്യാവുന്നതാണ്. അതിന് വേണമെങ്കിൽ 6A ഒന്ന് ചെയ്യാം. 6A ചെയ്യുന്നത്
മാക്സിമം മിനിമം കണ്ടുപിടിക്കാനായിട്ട് f(x, y) തന്നിട്ടുണ്ട്, which is 4x² minus x³ minus 3x plus y². ഈ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. യു വാണ്ട് ടു ഫൈൻഡ് പോയിന്റ്സ് ഓഫ് മാക്സിമ ആൻഡ് മിനിമ ആൻഡ് സാഡിൽ പോയിന്റ് അത് കണ്ടുപിടിക്കാനാണ്. അപ്പം ഇങ്ങനെയുള്ള ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടെത്തുക. എഫ് എക്സ് എന്താ വരുന്നത്? 3x² minus 3. fy എന്താ വരുന്നത്? 2y. ഇനി എഫ് എക്സും എഫ് വൈയും കണ്ടെത്തിയ ശേഷം യു വാണ്ട് ടു ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അതിനു വേണ്ടിയിട്ട് ടു ഫൈൻഡ് ക്രിട്ടിക്കൽ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യും? എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതും എഫ് വൈ ഈക്വൽ ടു 0 എന്നും ഉള്ള രണ്ട് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് സോൾവ് ചെയ്യും. അതായത് 3x² minus 3 equal to 0 എന്നുള്ളൊരു ഇക്വേഷനും 2y equal to 0 എന്നുള്ള ഇക്വേഷനും. ഫസ്റ്റിൽ നിന്ന് x² equal to 1 എന്ന് കിട്ടും ആൻഡ് y equal to 0. സോ x equal to +or-1, y equal to 0. അങ്ങനെയെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതൊക്കെയാണ് വരിക? 1 0 ആൻഡ് -1 0 ആർ ദ ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഇത് പലരും ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാതെ ബാക്കി ചെയ്തിരിക്കുകയാണ്. അത് ചെയ്താൽ മാർക്ക് കിട്ടില്ല. ഞാൻ പലർക്കും മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും എക്സാമിന് ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണാതെ ബാക്കി പോർഷൻസ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടെത്തുക. അതിനുശേഷം f(x) കണ്ടെത്തുക. f(x) എന്തായിരുന്നു? f(x)നെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യും. 6x കിട്ടും. f(xy) 0 ആണെന്ന് തോന്നുന്നു അല്ലേ? f(yy) 2 എന്ന് കിട്ടുന്നുണ്ട്. ഈ കാര്യങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് ഓരോ ക്രിട്ടിക്കൽ പോയിന്റ്സിലും നമ്മൾ d എന്നുള്ള ക്വാണ്ടിറ്റി കണ്ടെത്തണം. ഡിസ്ക്രിമിനൻറ്റ് അറ്റ് 1 0 നമുക്ക് d ഈക്വൽ ടു അല്ലെങ്കിൽ d ഓഫ് 1 0 ഈക്വൽ ടു എന്താ വരിക? f(xx) അറ്റ് 1 0 ഇൻറ്റു f(yy) അറ്റ് 1 0 മൈനസ് f(xy) അറ്റ് 1 0 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് എത്രയാണ് വരുന്നത്? f(xx) അറ്റ് 1 0 x ഈക്വൽ ടു 1 y ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 6 ഇൻറ്റു 2 മൈനസ് 0 സ്ക്വയർ ഈക്വൽ ടു 12 ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുപോലെ f(xx) അറ്റ് 1 0 എന്ന് പറയുന്നത് 6 ഗ്രേറ്റർ ദാൻ 0 ആണ്. അത് രണ്ടും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഏതാണ് കൺക്ലൂഷൻ? നിങ്ങൾ നോക്കിയാൽ അറിയാം. ദിസ് ഇംപ്ലൈസ് 1 0 ഈസ് എ പോയിന്റ് ഓഫ് റിലേറ്റീവ് മിനിമം. അതുപോലെ -1 0 എന്നുള്ള മറ്റൊരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. -1 0-ൽ d എന്താ വരിക? -6 ഇൻറ്റു 2 മൈനസ് 0 സ്ക്വയർ. f(xx) അറ്റ് -1 0 -6 ആവും. 6x-ൽ x ഈക്വൽ ടു -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, which is equal to -12 less than 0 ആണ്. This implies -1 0 is a saddle point. അപ്പോൾ ഒന്ന് റിലേറ്റീവ് മിനിമവും ഒന്ന് സാഡിൽ പോയിന്റ് ആണ്. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ സെവൻത്ത് ക്വസ്റ്റ്യനിൽ റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ്. അതിൽ ആ ഒരു റീജിയൻ്റെ ഫിഗറിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ചിലർക്ക് ഫുള്ള് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് മാർക്ക് ഇട്ടിട്ടുണ്ട്. ദെൻ 7B-യും അതുപോലെ ഇനി 7B ഒന്ന് ചെയ്ത് നോക്കാം. 7B-യിൽ നമുക്ക് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ r x-1 dA where r is the region enclosed in first quadrant between y equal to x and y equal to x3. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ റീജിയൻ ഒന്ന് ഡ്രോ ചെയ്യുക റഫായിട്ട്. എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ച ശേഷം തന്നിട്ടുള്ള
ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ y ഈക്വൽ ടു എക്സ്, y ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫുകൾ ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളൊന്ന് അത്ര വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും വരാറില്ല, സിമ്പിളായിട്ടുള്ള ഗ്രാഫുകളെ വരാറുള്ളൂ. എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. y ഈക്വൽ ടു എക്സ് എന്നുള്ളത് ഒരു ലൈൻ വരും, y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈൻ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഇതിൻ്റെ ഇടയിലായിട്ട് വരുന്ന, ഈ ഗ്രാഫുകളുടെ ഇടയിലായിട്ട് വരുന്ന പോർഷൻ ഏതാണോ അതാണ് റീജിയൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഷെയ്ഡഡ് റീജിയൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ലിമിറ്റ് കണ്ടെത്തണം. അപ്പോൾ മോസ്റ്റ്ലി ഫസ്റ്റ് ടൈപ്പ് 1 ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ടൈപ്പ് 1 ആയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ ടൈപ്പ് 2 ആയിട്ട് ചെയ്യേണ്ടി വരും. ടൈപ്പ് 1 ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ എക്സിന് കോൺസ്റ്റന്റ് ലിമിറ്റ്, അതാണ് ടൈപ്പ് 1ൻ്റെ പ്രത്യേകത, കോൺസ്റ്റന്റ് ലിമിറ്റ് ഫോർ എക്സ്. അപ്പോൾ ഈ പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കുക. y ഈക്വൽ ടു എക്സും y ഈക്വൽ ടു എക്സ് ക്യൂബും ഇൻ്റർസെക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 0 ആവാം, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 ആവാം. എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു 1 ഓർ -1. അപ്പോൾ 3 പോയിന്റിൽ ഇത് ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആ 3 പോയിന്റ്സ് ആണ് കിട്ടുന്നത്, 0, 1, -1. അപ്പോൾ ഈ ഒരു പോയിന്റ് വരിക എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ y ഈക്വൽ ടു ഓൾസോ 1, കാരണം y ഈക്വൽ ടു എക്സ് ആണല്ലോ. സോ 1, 1 എന്നുള്ള പോയിന്റാണ്. അപ്പം ടൈപ്പ് 1 ആയിട്ട് എടുക്കുക എന്ന് വെച്ചാൽ എക്സിന് കോൺസ്റ്റന്റ് ലിമിറ്റ് എടുക്കണം. അങ്ങനെയെങ്കിൽ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഈ ലൈൻ മുതൽ എവിടം വരെ എടുക്കേണ്ടി വരും? എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 1 വരെ എടുക്കേണ്ടി വരും. അപ്പോൾ ലിമിറ്റ് ഫോർ എക്സ് 0 ടു 1. ഇനി വൈയുടെ ലിമിറ്റ് കണ്ടെത്തുക. വൈ എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഈ ഒരു ഡയറക്ഷനിലല്ലേ വൈ എടുക്കുക. വൈ എന്ന് പറഞ്ഞാൽ എന്താ ഹൈറ്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ റീജിയനിലേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ അത് ഈ റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഈ ഒരു കർവിലൂടെ. ഈ കർവിൻ്റെ ഇക്വേഷൻ എക്സ് ക്യൂബ്. അതുപോലെ ഈ ഒരു യെല്ലോ ഷെയ്ഡഡ് റീജിയനിൽ നിന്ന് അത് പുറത്തേക്ക് പോകുന്നത് ഈ ഒരു ലൈനിലൂടെയാണ്. ആ ലൈനിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ y ഈക്വൽ ടു എക്സ് ക്യൂബ് മുതൽ y ഈക്വൽ ടു എക്സ് വരെയാണ് വൈയുടെ ലിമിറ്റ്സ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതായിരുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ x മൈനസ് 1 dy dx. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ടിത് ബാക്കി ഇൻ്റഗ്രേഷൻ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇൻ്റഗ്രൽ 0 ടു 1 ഇൻ്റഗ്രൽ x മൈനസ് 1 എന്നുള്ളത് ഒരു കോൺസ്റ്റൻറ്റ് പോലെയാണ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു y ഈക്വൽ ടു എക്സ് ക്യൂബ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 1 x മൈനസ് 1 ടു എക്സ് മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ്. പിന്നെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാന്നുള്ളത്. ഇത് വേണമെങ്കിൽ നേരിട്ട് കാൽക്കുലേറ്ററിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ മാനുവലിയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് അത്ര ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ആ റീജിയൻ വരയ്ക്കുക, ലിമിറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ 8A ചേഞ്ച് ഓഫ് ഓർഡർ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 7Aയും 8Aയും ചേഞ്ച് ഓഫ് ഓർഡർ വരുന്നതായിരുന്നു. അപ്പം അതിൽ 8A നമുക്കൊന്ന് ചെയ്തു നോക്കാം. 8A ചേഞ്ച് ഓഫ് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഹെൻസ് ഇവാലുവേറ്റ് എന്നുള്ളതാണ്. ഇൻ്റഗ്രൽ 0 ടു 4 ഇൻ്റഗ്രൽ റൂട്ട് y ടു 2 e റൈസ് ടു എക്സ് ക്യൂബ് ഡി എക്സ് ഡി വൈ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഈ തന്നിട്ടുള്ള ലിമിറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു റീജിയൻ വരയ്ക്കണം. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് റിവേഴ്സ് ഇൻ ദ ഓർഡർ പോസിബിൾ അല്ല. ഡയറക്റ്റ് ആയിട്ട് ഓർഡർ അങ്ങ് റിവേഴ്സ് ചെയ്യൽ പോസിബിൾ അല്ല. നമ്മൾ ഈ തന്നിട്ടുള്ള ലിമിറ്റ്സ് ഉപയോഗിച്ചിട്ട് ഒരു റീജിയൻ ഡ്രോ ചെയ്യാം. അപ്പോൾ ആ റീജിയൻ എങ്ങനെയാണ്? വൈയുടെ ലിമിറ്റ്സ് ആണ് 0 ടു 4. അപ്പോൾ y ഈക്വൽ ടു 0യും y ഈക്വൽ ടു 4ഉം വരയ്ക്കുക. y ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എക്സ് ആക്സിസ് ആൻഡ് y ഈക്വൽ ടു 4 ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരും, y ഈക്വൽ ടു 4. ഓക്കെ, ദെൻ എക്സിൻ്റെ ലിമിറ്റ്സ് എക്സ് ഈക്വൽ ടു റൂട്ട് വൈ. എക്സ് ഈക്വൽ ടു റൂട്ട് വൈ ആണെങ്കിൽ y ഈക്വൽ ടു എന്ത് വരും? എക്സ് സ്ക്വയർ ഈക്വൽ ടു y ഈക്വൽ ടു എക്സ് സ്ക്വയർ. y ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ
വൈ പോസിറ്റീവായിട്ടുള്ള ഭാഗത്തുള്ള പോർഷൻ എന്നേ ഉള്ളൂ. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി വരക്കുന്ന പരാബോള തന്നെയാണ്. ഓക്കെ, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളൊരു ഗ്രാഫ് ഉണ്ട്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇനി എന്താ വേണ്ടത്? വൈ എക്സ് ഈക്വൽ ടു 2. നമ്മൾ ഇവ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഈ ഒരു പോയിന്റ് ഏതാണ്? ആ ഒരു പോയിന്റിൽ വൈ ഈക്വൽ ടു 4 ആണ്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര വരും? +or-2 വരും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വരുന്നത് എക്സ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ അതിലൂടെയാണ് നമ്മുടെ അടുത്ത ലിമിറ്റ് ആയിട്ടുള്ള എക്സ് ഈക്വൽ ടു 2 വരയ്ക്കേണ്ടത്. ഇറ്റ്സ് എ ലൈൻ പാസിങ് ത്രൂ ദാറ്റ് പോയിന്റ്. ഇത്രയും ബൗണ്ടറീസ് കിട്ടിയിട്ടുണ്ട്. വൈ വേരീസ് ഫ്രം വൈ ഈക്വൽ ടു 0 ടു വൈ ഈക്വൽ ടു 2. എക്സ് വേരീസ് ഫ്രം, എക്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അത് വേരിയിങ് ഫ്രം ദിസ് കർവ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ടു എക്സ് ഈക്വൽ ടു 2. അപ്പം നമ്മുടെ ഇതിനിടയിലായിട്ട് വരുന്ന റീജിയൻ ഏതാണ്? ഇതിനിടയിലായിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി വരുന്ന റീജിയൻ ഈസ് ബിറ്റ്വീൻ ദീസ്. ഓക്കെ, ഈ ഒരു റീജിയൻ ആണ് നമ്മുടെ റീജിയൻ. ഈ ഒരു റീജിയന് ഇപ്പോൾ ടൈപ്പ് 2 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ടൈപ്പ് 1 ആയിട്ട് മാറ്റുക. ടൈപ്പ് 1 ആയിട്ട് മീൻസ് എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സും വൈന് ലിമിറ്റ്സ് വേരിയബിൾ ആയിട്ട്. എക്സിൻ്റെ ലിമിറ്റ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക എന്ന് വെച്ചാൽ എക്സിൻ്റെ ലിമിറ്റ്സ് ഏതൊക്കെ ആയിരിക്കും? എക്സ് ഈക്വൽ ടു ഏത് കോൺസ്റ്റൻറ്റ് മുതൽ ഏത് കോൺസ്റ്റൻറ്റ് വരെ? നമുക്കറിയാം എക്സ് ഈക്വൽ ടു 0 ടു 2. ഈ ലൈന് എക്സ് ഈക്വൽ ടു 2 അല്ലേ? ഇനി ഹൈറ്റ് y varies from lower limit to upper limit. y varies from y equal to 0 to ഈ ഒരു കർവിൻ്റെ ഇക്വേഷൻ y equal to x സ്ക്വയർ ആണ്. x സ്ക്വയർ e റൈസ് ടു x ക്യൂബ് dx dy dx. ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ചേഞ്ച് ചെയ്തു. മുമ്പ് dx dy ആയിരുന്നു, ഇപ്പോൾ dy dx. ഓക്കെ, ദിസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 ടു 2. ഇത് ലിമിറ്റ് എന്ത് വരും? ഇ റൈസ് ടു എക്സ് ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു വൈ. ഇ റൈസ് ടു എക്സ് ക്യൂബ് ഒരു കോൺസ്റ്റൻറ്റ് പോലെയാണ്. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു വൈ ലിമിറ്റ് കൊടുക്കേണ്ടത് 0 ടു എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 2. ലിമിറ്റ് കൊടുക്കുമ്പോൾ സമയത്ത് എക്സ് സ്ക്വയർ ഇ റൈസ് ടു എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് കിട്ടും. ഇത് നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. യു ഈക്വൽ ടു എക്സ് ക്യൂബ് കൊടുത്താൽ ഡി യു ഈക്വൽ ടു 3x സ്ക്വയർ ഡി എക്സ് ഓർ എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ 3 എന്നുള്ള രീതിയിൽ വരും. സോ 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റൈസ് ടു യു ഡി യു. ലിമിറ്റ് നമ്മൾ യുവിൻ്റെ ലിമിറ്റിലേക്ക് മാറ്റുന്നതിന് പകരം 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റൈസ് ടു യു. ഇ റൈസ് ടു യു തന്നെയാണ്. ഇ റൈസ് ടു എക്സ് ക്യൂബ്. എക്സ് ക്യൂബിൻ്റെ ലിമിറ്റ്, എക്സിൻ്റെ ലിമിറ്റ് 0 ടു 2. സോ നമുക്ക് കിട്ടുന്നത് ഇ റൈസ് ടു 8 മൈനസ് ഇ റൈസ് ടു 0 1/3 ഈ ഒരു ആൻസറിലേക്ക്. സോ റിവേഴ്സിങ് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ലിമിറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് ആ ഗ്രാഫിൽ നിന്ന് നോക്കിയിട്ട് നമ്മൾ ടൈപ്പ് 1 ആയിരുന്നുവെങ്കിൽ ടൈപ്പ് 2ലേക്ക് മാറ്റുക, ടൈപ്പ് 2 ആയിരുന്നുവെങ്കിൽ ടൈപ്പ് 1ലേക്ക് മാറ്റുക. അതായത് എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ് ആയിരുന്നുവെങ്കിൽ വൈയുടെ കോൺസ്റ്റൻറ്റ് ലിമിറ്റ് ആക്കിയിട്ട് മാറ്റുക. വൈനായിരുന്നു കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് തന്നിരുന്നെങ്കിൽ എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് വരുന്ന രീതിയിലേക്ക് ലിമിറ്റ് മാറ്റുക ഫിഗറിൽ നോക്കിയിട്ട്. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. മറ്റൊരു ക്വസ്റ്റ്യനോടെ ഉള്ളത് 8B. 8Bയും ഞാൻ ജസ്റ്റ് ലിമിറ്റുകൾ കണ്ടെത്തുന്നതെന്ന് മനസ്സിലാക്കി തരാം. ബാക്കി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. 8Bയിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് കോസ് വൈ ഡി എ. ആർ ഇസ് എ ട്രയാങ്കുലർ റീജിയൻ ബൗണ്ടഡ് ബൈ ലൈൻസ് വൈ ഈക്വൽ ടു എക്സ്, വൈ ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു പൈ. ലിമിറ്റ്സ് ഒന്ന് വരയ്ക്കുക, റഫ് ഫിഗർ വരയ്ക്കുക. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, വൈ ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈൻ, വൈ ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈൻ, ദെൻ വൈ ഈക്വൽ ടു 0. വൈ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എക്സ് ആക്സിസ് ആണ്. വൈ ഈക്വൽ ടു എക്സ് ഉണ്ട്, വൈ ഈക്വൽ ടു 0 ഉണ്ട്,
ദെൻ എക്സ് ഈക്വൽ ടു പൈ. എക്സ് ഈക്വൽ ടു പൈ എന്നുള്ളത് ഒരു ലൈനാണ്, പൈയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് വരുന്ന ട്രയാങ്കുലർ റീജിയൻ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ ഒരു ട്രയാങ്കുലർ റീജിയൻ കിട്ടും. ഈ ഒരു ട്രയാങ്കുലർ റീജിയൻ്റെ ലിമിറ്റ്സ് കണ്ടെത്തുക. ലിമിറ്റ്സ് എന്ന് പറയുന്നത് എക്സ് വേരീസ് ഫ്രം, നമ്മൾ ഫസ്റ്റ് ടൈപ്പ് 1 ആയിട്ട് തന്നെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് കിട്ടിയാൽ വൈക്ക് നമുക്ക് വേരിയബിൾ ലിമിറ്റ്സ് കൊടുക്കാൻ കഴിയും. ട്രയാങ്കിൾസിനൊക്കെ, ഇങ്ങനെയുള്ള ട്രയാങ്കിൾസിനൊക്കെ അത് പറ്റും. സോ എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് കൊടുക്കുകയാണ് ഉദ്ദേശിച്ചാൽ എക്സിന് ലിമിറ്റ്സ് ഏത് മുതൽ ഏത് വരെ വരിക? 0 ടു പൈ. ഇങ്ങനെ എക്സിൻ്റെ കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് എടുത്തു കഴിഞ്ഞു. ഇനി വൈയുടെ ലിമിറ്റ്സ് കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വെർട്ടിക്കൽ ലൈന് താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നത്, ഈ റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്നത് y ഈക്വൽ ടു 0 എന്ന എക്സ് ആക്സിസിലൂടെയും ലീവ് ചെയ്യുന്നത് y ഈക്വൽ ടു എക്സ് എന്ന ലൈനിലൂടെയാണ്. അപ്പോൾ 0 ടു എക്സ് ആണ് വൈയുടെ ലിമിറ്റ്സ് വരിക. എന്നിട്ട് എക്സ് കോസ് വൈ ഡി വൈ ഡി എക്സ്, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 0 ടു പൈ കോസ് വൈയുടെ ഇൻ്റഗ്രൽ സൈൻ വൈ, എക്സ് ഇൻറ്റു സൈൻ വൈ 0 ടു എക്സ് ഡി എക്സ്, which is equal to 0 to pi x into sin x dx. ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ടൈപ്പ് 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഇൻ്റഗ്രേഷൻ പാർട്സ് ഇല്ലാതെയും നോക്കാമായിരുന്നു. ടൈപ്പ് 2 ആണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം. ഇതിൻ്റെ ആൻസർ അല്ലെങ്കിൽ നേരിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നേരിട്ട് കാൽക്കുലേറ്ററിൽ നിന്നും ഈ ആൻസർ കിട്ടും. ഓക്കെ, നോ നീഡ് ടു ടൈം ഫോർ ദാറ്റ്. അപ്പോൾ ഈ രീതിയിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അപ്പോൾ വീണ്ടും പറയാനുള്ളത്, എക്സാമിന് മുമ്പായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വേണം പോകാൻ. ഓരോ ടൈപ്പ് പ്രോബ്ലംസും മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തു നോക്കണം. അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. സമയം ബിടെക് ആകുമ്പോൾ അത്യാവശ്യം വർക്കുകളൊക്കെ എക്സ്ട്രാ വരും. അപ്പോൾ എക്സ്ട്രാ നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ടൈം വേസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് പിടിച്ച് സമയം കണ്ടെത്തി പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക. ന്യൂസ് പ്രിൻ്റോ മറ്റോ ഒക്കെ വാങ്ങിച്ചിട്ട് പഴയ നോട്ട്ബുക്കിലൊക്കെ ആയിട്ട് പ്രോബ്ലംസ് തുരുതുരാ ചെയ്ത് നോക്കുക തന്നെ വേണം. ഓക്കെ, അല്ലാതെ മാത്സ് പഠിക്കാൻ കഴിയില്ല. പ്രോബ്ലംസ് എഴുതി ചെയ്ത് നോക്കുക. വളരെ ഒബ്വിയസ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ മാത്രം സ്കിപ്പ് ചെയ്ത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. അല്ലാതെ മനസ്സിൽ ഒന്ന് ഓടിച്ചു പോയാൽ മാത്രം എക്സാമിന് മാർക്ക് കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ, എവിടെയെങ്കിലുമൊക്കെ വെച്ച് തെറ്റിപ്പോകും. അപ്പോൾ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്.